ഹായ് ഓൾ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2022 എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 320യും കേരള റാങ്ക് 18 ആയിരുന്നു. അപ്പോൾ നീറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെയും ഒരു വില്ലൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആയിരിക്കും. ഞാനും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഫിസിക്സ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ നീറ്റ് എക്സാം എഴുതിയ സമയത്ത് എൻ്റെ മാർക്ക് വാസ് ലെസ് ദാൻ 15. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ, അതായത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് ഞാൻ നീറ്റ് എക്സാം എഴുതിയപ്പോൾ എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് 175 ആയിരുന്നു. വിത്തിൻ എ ഡ്യൂറേഷൻ ഓഫ് 1 year ഞാൻ ഇത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയത്, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ദ വേ ഐ അപ്രോച്ച് ഫിസിക്സ് രണ്ടിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ തവണ ഞാൻ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്ത മെത്തേഡും രണ്ടാമത്തെ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്ത മെത്തേഡും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫിസിക്സ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു വേ ഓഫ് അപ്രോച്ചിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് എന്നെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്സിൽ കുറേ കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ 2022 നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത ആ ഒരു 11 months ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ആദ്യത്തെ ഒരു 3 മാസം വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം ഞാൻ ചെയ്തിരുന്ന കാര്യം, എന്നും ക്ലാസ് കേൾക്കും, ക്ലാസ് കഴിഞ്ഞിട്ട് NCERT ഇങ്ങനെ വായിക്കും. NCERTയും അതുപോലെ തന്നെ ക്ലാസ്സിൽ എഴുതിയ ഫിസിക്സിന്റെ നോട്ട്സും ഇങ്ങനെ വായിക്കും. ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും ചെയ്യില്ല, ജസ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് റിവൈസ് ചെയ്യും. എന്നിട്ട് NCERT നോട്ട്ബുക്കൊക്കെ വായിച്ചിട്ട് പോയി എക്സാം എഴുതും. ഇതായിരുന്നു ആദ്യത്തെ ഒരു 3 മാസത്തെ എൻ്റെ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഒരു 2-3 എക്സാംസിലൊക്കെ കുഴപ്പമില്ലായിരുന്നു, കാരണം ഈ സ്റ്റഡി മെറ്റീരിയലിലുള്ള അതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യത്തെ 2-3 എക്സാമിൽ ചോദിക്കുക. പിന്നെ ഈ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതായത് സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്താ പറ്റുന്നില്ല, കാരണം എന്താ, ഞാൻ പുറത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നില്ല. ഞാൻ ആകെ ചെയ്യുന്ന കാര്യം ടെക്സ്റ്റ് ഇങ്ങനെ വായിക്കുക, നോട്ട് ഇങ്ങനെ വായിക്കുക. അപ്പോൾ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാക്ടിക്കലി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു 3 മാസത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര വെറുപ്പാകാൻ തുടങ്ങി ഫിസിക്സിൻ്റെ അടുത്ത്. വൃത്തികെട്ട സബ്ജക്റ്റ്, ഇതില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നീറ്റ് ക്രാക്ക് ചെയ്ത് പോവായിരുന്നു, ഈ ഒരു മെന്റാലിറ്റിയിലോട്ട് എത്താൻ തുടങ്ങി. ഈ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഓഫ്ലൈനായിട്ട് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യാൻ പോയി. പിന്നത്തെ ഒരു 8 മാസം ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ പോയ സമയത്ത് കുറേ പേരൊക്കെ ഇങ്ങനെ ഫിസിക്സിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഏതൊക്കെയോ, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന സ്റ്റഡി മെറ്റീരിയൽ അല്ലാണ്ട് പുറത്തുനിന്ന് ഏതൊക്കെയോ ഗൈഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. കുറേ ന്യൂസ് പ്രിന്റിലൊക്കെ, ഒരു ഇത്ര അട്ടി ന്യൂസ് പ്രിന്റിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ച പേപ്പേഴ്സാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ പോയി ഇതൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഞാൻ സത്യം പറയുകയാണ്, ആദ്യത്തെ ഒരു 3 മാസം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഹോസ്റ്റലിൽ പോയ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത്, ലൈക്ക് ഞാൻ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്ത രീതി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ഓഫ് അപ്രോച്ചിങ് ഫിസിക്സ് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി, കാരണം കഴിഞ്ഞ 3 മാസം പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ഒന്നും മര്യാദയ്ക്ക് അറിയില്ല. ജസ്റ്റ് ഈ തിയറി മാത്രമുള്ള ഒരു നോളജ് ഉള്ളൂ. അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ മുതലാണ് ഞാൻ ഈ ഹോസ്റ്റലിൽ പോയിട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ കുറേ ന്യൂസ് പ്രിന്റ്സ് ഒക്കെ മേടിച്ച് ഇങ്ങനെ ലൈബ്രറിയിൽ നിന്നൊക്കെ കുറേ ഗൈഡ്സ്, എസ്പെഷ്യലി ഞാൻ ഫിസിക്സിന് യൂസ് ചെയ്തത് MTG ആയിരുന്നു. MTG അതുപോലെ തന്നെ അരിഹന്ത് യൂസ് ചെയ്തായിരുന്നു. എനിക്ക് അരിഹന്തിനേക്കാളും എനിക്കിഷ്ടം MTG ആയിരുന്നു. പക്ഷെ എൻ്റെ റൂംമേറ്റ്സ് ഒക്കെ പ്രിഫർ ചെയ്തിരുന്നത് അരിഹന്ത് ആയിരുന്നു. പിന്നെ നമ്മളുടെയൊക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കുറേ സ്റ്റഡി മെറ്റീരിയൽസും വർക്ക് ബുക്ക്, ഈ കാര്യങ്ങളൊക്കെ ഫിസിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തായിരുന്നു. പിന്നത്തെ ഒരു കുറച്ച് മാസങ്ങൾ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു, കാരണം ഇത്രയും കാലം ഞാൻ മര്യാദയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇരുന്ന് ചെയ്തിട്ടില്ല. ആകെ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പരിചയമുള്ളൂ. അപ്പം എൻ്റേതായിട്ടുള്ള ഒരു വേ ഓഫ് സ്റ്റഡി ബിൽഡ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുത്തു. പക്ഷേ ഓവർ ദ ടൈം ഗ്രാജുവലി ഞാൻ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ കണ്ടെത്തി പിന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി, ഞാൻ ആ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്ത രീതി, എൻ്റെ ഒരു വേ ഓഫ് സ്റ്റഡിയിങ് ആയിരുന്നു പ്രശ്നം. ആക്ച്വലി ആ ഒരു സബ്ജക്റ്റിലേക്ക് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം നമുക്ക് അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചാപ്റ്ററിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു പഠിച്ചതെന്ന് വെച്ചാൽ, ക്ലാസ് നമുക്ക് കിട്ടുന്ന ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു
സബ്ജക്റ്റിൽ ആ ഒരു ചാപ്റ്ററിൽ നമുക്കുള്ള അറിവിന്റെ ഒരു 80% അല്ലെങ്കിൽ ഒരു 90% നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. കാരണം എസ്പെഷ്യലി ഓഫ്ലൈൻ ക്ലാസ്സസ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്ലാസ്സിൽ നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് കേൾക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിന് ആ ഒരു ചാപ്റ്ററിന്റെ ഓൾമോസ്റ്റ് 90% തിങ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അത് കൂടാതെ നമ്മളത് മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ അത്രയ്ക്ക് യൂട്ടിലൈസ് ചെയ്തൊരു കാര്യമായിരുന്നു ക്ലാസ്. എനിക്കറിയാം കുറെ പേർക്കൊക്കെ ഒരു ഇൻഹിബിഷൻ ആയിരിക്കും. ഇപ്പൊ ക്ലാസ്സിൽ നിന്നൊരു സാറ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ല, അപ്പൊ നിങ്ങൾക്ക് അത് ചോദിക്കണമെന്നുണ്ട്, സാർ അതെന്താ അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? പക്ഷെ നിങ്ങൾക്ക് പേടിയായിരിക്കും, അയ്യോ ഇത് എനിക്കായിരിക്കും മനസ്സിലാവാതെ ഉള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തുള്ള കുട്ടികളൊന്നും ചോദിക്കുന്നില്ലല്ലോ, അവർക്കൊക്കെ മനസ്സിലായി കാണും, അപ്പൊ ഞാൻ ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന് കുട്ടികൾ വിചാരിക്കൂ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാതിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത്, നമ്മൾ പൈസനേക്കാളും വലുതാണ് നമ്മുടെ ടൈം. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ടൈം, ഈ ഒരു കുഞ്ഞു പ്രായത്തിലുള്ള ഈ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. 10-25 ലക്ഷം, അടുത്ത വർഷം ഇനി എത്ര പേരാണെന്ന് അറിയില്ല, മേ ബി 30 lakhs അടുത്തൊക്കെ ആവുമായിരിക്കും. അത്രയും ലക്ഷം ആൾക്കാർ എഴുതുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ പൈസയും നമ്മുടെ എൻജോയ്മെന്റും ഒക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം അപ്പുറത്തിരിക്കുന്ന ആളെന്ത് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആളെന്ത് വിചാരിക്കുന്ന കണ്ടിട്ട് ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാതിരിക്കുക, അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക, ഒന്നും ചെയ്യരുത്. മാക്സിമം ക്ലാസ് യൂട്ടിലൈസ് ചെയ്യുക. 100% ഓഫ് ദ ക്ലാസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഇനി ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത കാര്യം ഞാൻ ചെയ്യുന്നത്, ക്ലാസ്സിൽ നോട്ട്സ് ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി ഹോസ്റ്റലിൽ പോയിട്ട്, ഇനിയിപ്പം അല്ലാണ്ട് ഡേ സ്കോളർ ആയിട്ട് പോയി വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയിരുന്നിട്ട് ഈ നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചു നോക്കും. അതായത് നമ്മൾ ബയോളജി NCERT ഒക്കെ പഠിക്കുന്നത് പോലെ ഇരുന്ന് പഠിക്കല്ല, ഈക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കും. ഇങ്ങനെയൊക്കെയാണ്, ലൈക്ക് ദിസ് ഇസ് ദ ചാപ്റ്റർ ഇസ് അബൌട്ട്, ആ ഒരു രീതിക്ക് ആ ഒരു ഐഡിയ ഉണ്ടാക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്റ്റ്ലി ചെയ്യാൻ പോകുന്ന കാര്യം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി MTG ആണ് യൂസ് ചെയ്തിരുന്നത്. MTGയിൽ ഈ ഒരു ടൈമിൽ, ലൈക്ക് നിങ്ങളിപ്പം ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പൊ റിവിഷന്റെ ടൈം ഒന്നല്ലല്ലോ. റിവിഷന്റെ ടൈമിൽ ഞാൻ അപ്രോച്ച് ചെയ്തത് വേറൊരു രീതിക്കാണ്. അത് റിവിഷന്റെ ടൈം ആവുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ടൈമിൽ, ലൈക്ക് നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വീക്ക്ലി എക്സാംസ് ഒക്കെ നടക്കുന്ന ഈ ഒരു ടൈമിൽ ഒരു ചാപ്റ്റർ ഞാനൊരു 150 to 200 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കായിരുന്നു. ഒരു 200 എത്തിക്കാൻ നോക്കും. പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വർക്ക് ബുക്ക് ഒക്കെ കൂടുമ്പോൾ ഒരു 200-250 റേഞ്ചിൽ അതെത്തും. ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മളൊരു 50 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്തൊക്കെ ചെയ്യുമല്ലോ, പല ടീച്ചേഴ്സും ചെയ്യിപ്പിക്കും ഇങ്ങനെ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ MTG ആയിരിക്കാം, അരിഹന്ത് ആയിരിക്കാം, വാട്ടവോ ബീതതായി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടെടുത്തിട്ടായിരുന്നു ഞാൻ അടുത്തൊരു ഗൈഡിലേക്ക് പോവാം. പക്ഷെ അധികവും രണ്ടാമതൊരു ഗൈഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഈ ഒരു ഗൈഡിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് തീർക്കുമ്പോഴേക്ക് എനിക്ക് അത്യാവശ്യം ഒരു ധാരണ ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിന്റെ ആൻസർ കീ പോയി നോക്കുക, ആൻസർ കീ നോക്കിയിട്ട് യെസ് ദിസ് ഈസ് ദ വേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുപോലെ പകർത്തി ചെയ്ത, അതല്ല ഞാൻ പറയുന്ന വേ ഓഫ് ഡൂയിങ് ക്വസ്റ്റ്യൻസ്. പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുക്കുക, കുറേ ആലോചിക്കുക. ഇപ്പോൾ കിട്ടാത്ത കാര്യമാണെങ്കിൽ പോലും എഗെയിൻ ആൻഡ് എഗെയിൻ കുറേ ആലോചിച്ച് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നതെന്നൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഇത് റിലേറ്റഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ മാക്സിമം നിങ്ങളുടെ തല ഇങ്ങനെ അത്രയ്ക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. അറ്റ് ലാസ്റ്റ് എന്തായാലും ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കുട്ടികളൊക്കെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിൻസ് വെച്ചിട്ട് ആൻസറിൽ എത്തുന്നുണ്ട്. ദെൻ വൈ കാൻറ്റ് യു? നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തായാലും നിങ്ങൾക്ക് പറ്റും. അപ്പം ഈ ഹിൻസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം എവിടെയോ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനൊന്ന് കണ്ടെത്താനുള്ള ഒരു വഴിയാണ്. ആക്ച്വലി നമ്മൾ കെമിസ്ട്രിയിലോ ബയോളജിയിലോ ഒന്നും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ആൻസർ കിട്ടിയാൽ നമുക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ ഫിസിക്സിൽ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് ഫൈനലി നമുക്കൊരു ആൻസർ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഫിസിക്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാൻ. ആൻഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നിങ്ങൾക്ക് ഇക്വേഷൻ ബുക്കൊക്കെ ഉണ്ടാക്കുന്ന ശീലം ഇപ്പോഴേ ഉണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മറക്കാൻ സാധ്യതയുള്ള
കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ ബ്രീഫായിട്ട് വിത്തിൻ 1 or 2 pages എഴുതി വെച്ച് അതിങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് റിവൈസ് ചെയ്താൽ ഇറ്റ് വുഡ് ബി സോ ഗുഡ് ഫോർ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിൽ ഈ ഒരു പഠിച്ച ചാപ്റ്ററിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരിക്കലും ടൂ മച്ച് വെറീഡ് ആവരുത്. പല കുട്ടികളും ഞാൻ മെന്റർ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് പറയുന്ന കാര്യമാണ്. അതായത് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും, ഒരു 200-300 ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിന് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അത്രയും കോൺഫിഡൻറ്റും ആയിരിക്കും ആ ഒരു ചാപ്റ്ററിൽ. കാരണം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തൊക്കെ അത്രയും നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആൻസേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എക്സാംസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടെൻഷനായിട്ട് ഒന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എക്സാം സമയത്ത് നമുക്ക് ഇത്ര ഒരു ടൈം ഡ്യൂറേഷനുള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഒബിയസ്ലി നമ്മുടെ ഒരു ടെൻഷൻ, നമ്മുടെ ഒരു സ്ട്രെസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഇതുപോലത്തെ ഒരു സിമിലർ കണ്ടീഷനിൽ നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് ഇത്ര ടൈം ഡ്യൂറേഷൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാന്നുള്ളൊരു സെറ്റ് ചെയ്തിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. അത് ആദ്യമൊന്നും പറ്റുന്നില്ല, ബട്ട് പിന്നെ അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നല്ല രീതിക്ക് അവർ ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് എന്തായാലും എത്തിക്കാൻ പറ്റും. പിന്നെ സത്യം പറയുകയാണെങ്കിൽ +1+2 ഫിസിക്സ് മീൻസ് NCERT ഉള്ള ഈ നീറ്റിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം കോൺസെപ്റ്റ്സ് നല്ല ക്ലിയർ ആക്കുക. ഒരു കോൺസെപ്റ്റ്സ് ഒരു ബേസ് ഇല്ലാണ്ട് നിങ്ങൾ അതിന്റെ മുകളിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കിയാൽ അത് ഭയങ്കര നിങ്ങൾ ഇടുന്ന എഫേർട്ടിന്റെ വേസ്റ്റ് ആയി പോകും. മറിച്ച് ക്ലാസ് കേട്ട് നല്ല കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യുക. ഇഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്കും ഒക്കെ റെഫർ ചെയ്യാം. ഞാൻ പിന്നെ അങ്ങനെ NCERT വായിക്കാറില്ലായിരുന്നു. NCERT വായിച്ച 2-3 ചാപ്റ്റർ സെമി കണ്ടക്ടേഴ്സ്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, ഈ ചാപ്റ്ററിലൊക്കെയാണ് NCERT വായിച്ചത്. ബാക്കിയൊന്നും അങ്ങനെ വായിച്ചിട്ടുണ്ടായില്ല. നോട്ട്സ് ജസ്റ്റ് ഒന്ന് ഡൗട്ട്സിലൊക്കെ റെഫർ ചെയ്യും. എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക ദസ് ഇസ് ദ ചാപ്റ്റർ ഇസ് അബൌട്ട്. ലൈക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ടൈപ്പാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഫിസിക്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഫിസിക്സ് നിങ്ങൾ ഒരിക്കലും ചതിക്കില്ല. ഫിസിക്സിന് നിങ്ങൾക്ക് നല്ല മാർക്സ് ഫൈനൽ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തില്ല. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.